നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞതായ എല്ലാ കഥകളും നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ പുതിയ ഒരു കഥയിലേക്ക് ഞാൻ വീണ്ടും കടക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പുതിയ കഥയുടെ പേരാണ് പാണ്ടംപറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. എന്താണ് ഈ കോടൻ ഭരണി? അതുപോലെ തന്നെ ഉപ്പുമാങ്ങ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഉപ്പുമാങ്ങയ്ക്ക് എന്താ ഇത്രമാത്രം പ്രത്യേകതയുള്ളത് എന്നുള്ളതിന്റെ ഒരു ഐതിഹ്യ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഉപ്പുമാങ്ങ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണെങ്കിലും ഇതിന് അനന്യസാധാരണമായ ഈ വിശേഷം ഉണ്ടാകുവാനുള്ള കാരണവും മേൽപ്പറഞ്ഞ ഭരണിയുടെ ആഗമനവും കേട്ടിട്ടുള്ളവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ അതിന്റെ കഥ വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയും. പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് സീമയിലാണ്. ഇപ്പോൾ അവിടെ സാമാന്യം ധനപുഷ്ടി ഉണ്ടെങ്കിലും ആ തറവാട് മുമ്പൊരു കാലത്ത് വളരെ ദാരിദ്ര്യമുള്ളതായിരുന്നു. നിത്യവൃത്തിക്ക് പോലും യാതൊരു നിവൃത്തിയുമില്ലാതെ വളരെ വിഷമിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ചീനത്തുകാരൻ, ഒരു കപ്പൽ കച്ചവടക്കാരൻ, അവന്റെ കപ്പലിൽ വില പിടിച്ച അനേകം സാധനങ്ങൾ കയറ്റിക്കൊണ്ട് കച്ചവടത്തിനായി പുറപ്പെട്ടു. ദൈവഗത്യ മധ്യമാർഗം ആ കപ്പൽ ഉടഞ്ഞു പോയതിനാൽ അതിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. കപ്പലിൽ ഉണ്ടായിരുന്ന അനേകം ജനങ്ങളും ചരമഗതിയെ പ്രാപിച്ചു. ചിലരെല്ലാം രക്ഷയ്ക്കായി വന്ന മറ്റു ചില പത്തേമാരികളിലായി കയറി രക്ഷപ്പെട്ടു. അക്കൂട്ടത്തിൽ കപ്പലിന്റെ ഉടമസ്ഥനും ഒരു പത്തേമാരിയിൽ കയറി കൈവശം കിട്ടിയ 10 ചീന ഭരണികളും അതിൽ കയറ്റി ഒരുവിധം കരക്കടുത്തു. അവിടെ അടുത്തു കണ്ട ഒരു ഗൃഹത്തിലേക്ക് ചെന്നു. അത് സാക്ഷാൽ പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു. അന്ന് ആ ഇല്ലം വളരെ ചെറിയതും ഉള്ളത് തന്നെ പഴക്കം കൊണ്ടും സാമാന്യം പോലെ കെട്ടി സൂക്ഷിക്കായകയാൽ വീണിടിഞ്ഞും മഹാമോശമായിരുന്നു. ഈ കച്ചവടക്കാരൻ പലവട്ടം മലയാള നാട്ടിൽ വന്നു പോയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറേശ്ശെയായി മലയാളം ഉച്ചരിക്കാൻ വശമുണ്ടായിരുന്നു. അദ്ദേഹം മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട്, "ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഒന്ന് കാണട്ടെ" എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ ഗൃഹസ്ഥനായ ഭട്ടതിരിക്കും അന്തർജനത്തിനും 4-5 കിടാങ്ങൾക്കും കൂടി 20 അരിയിട്ട് കഞ്ഞി വെച്ചുണ്ടാക്കി ഗൃഹസ്ഥൻ കഞ്ഞി കുടിക്കാനായി ഇരിക്കാൻ ഭാവിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട ഉടനെ ഭട്ടതിരി പുറത്തേക്ക് വന്നു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, "ഞാൻ ചീനത്തുകാരനായ ഒരു കപ്പൽ കച്ചവടക്കാരനാണ്. എന്റെ കപ്പൽ ഛേദം വന്നു പോയി. കൂടെ ഉണ്ടായിരുന്ന വേലക്കാരും ഒക്കെ മരിച്ചുപോയി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ എനിക്ക് ഭക്ഷിക്കാൻ വല്ലതും തന്നാൽ കൊള്ളാം" എന്ന് പറഞ്ഞു. ഇപ്രകാരം ആ കച്ചവടക്കാരന്റെ ദീനവചനങ്ങളെ കേൾക്കുകയും പാരവശ്യത്തെ കാണുകയും ചെയ്തിട്ട് ആർദ്രമാനസനായി ഭവിച്ച ആ ഭട്ടതിരി ഉടനെ അകത്തേക്ക് പോയി ആ ഉണ്ടായിരുന്ന കഞ്ഞി എടുത്തുകൊണ്ടുവന്ന് കച്ചവടക്കാരന് വിളമ്പിക്കൊടുത്തു. കച്ചവടക്കാരൻ കഞ്ഞികുടി കഴിഞ്ഞതിന് ശേഷം ഭട്ടതിരിയോട് പറഞ്ഞു, "അവിടുന്ന് ഇപ്പോൾ എനിക്ക് കഞ്ഞി മാത്രമേ തരാൻ സാധിച്ചുള്ളൂ എന്ന് വിചാരിക്കണ്ട. ഇതുകൊണ്ട് എന്റെ പ്രാണരക്ഷയാണ് ചെയ്തത്. ഈ കഞ്ഞിയുടെ സ്വാദ് ഞാൻ ചത്താലും മറക്കുന്നതല്ല. ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലം തരുന്നതിന് ഞാൻ ശക്തനല്ല. എങ്കിലും ഞാൻ സ്വദേശത്ത് പോയി തിരിച്ചു വരാൻ സംഗതിയായെങ്കിൽ എന്റെ ശക്തിക്ക് തക്ക പ്രതിഫലം ഞാൻ തരും. പോരാത്തത് ദൈവവും അവിടേക്ക് തന്നുകൊള്ളും. എന്നാൽ എനിക്കിനി ഇവിടുന്ന് ഒരു സഹായം കൂടി ചെയ്തു തരണം. എന്തെന്നാൽ എന്റെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിലും 10 ചീന ഭരണി കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുന്നതുവരെ അവ ഇവിടെ സൂക്ഷിച്ചു വെച്ച് തരണം" എന്ന് പറഞ്ഞു. അപ്പോ ഭട്ടതിരി പറഞ്ഞു, "ഇവിടെ സ്ഥലം ചുരുക്കാണ്. എങ്കിലും ഉള്ള സ്ഥലം കൊണ്ട് സൂക്ഷിച്ചു തരാം. ഭരണിയിൽ വിലപിടിപ്പുള്ള സാധനമൊന്നുമില്ലല്ലോ. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാൻ പാടില്ല. എല്ലാം ഒട്ടും ഉറപ്പില്ലാത്തതാണ്" എന്ന് പറഞ്ഞു. കച്ചവടക്കാരൻ പറഞ്ഞു, "വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ല. അതിലൊക്കെ തുവരപ്പരിപ്പ് നിറച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ" എന്ന് പറഞ്ഞു. ഭട്ടതിരി പറഞ്ഞു, "എന്നാൽ വിരോധമില്ല.
ഉടനെ കച്ചവടക്കാരൻ ഭരണികൾ 10 അടച്ചു കെട്ടി മുദ്രയും വച്ച് എടുപ്പിച്ച് ഇല്ലത്ത് പുരയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെപ്പിച്ചു. ഭട്ടതിരിയോട് യാത്രയും പറഞ്ഞ് പോവുകയും ചെയ്തു. പിന്നെ കുറഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ആ ഇല്ലത്തുള്ളവർക്ക് ഭക്ഷണത്തിന് യാതൊരു നിവർത്തിയുമില്ലാതെ വന്നുകൂടി. ഉച്ച തിരിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ കരഞ്ഞുകൊണ്ട് കിടന്നുരുണ്ടു തുടങ്ങി. ഗൃഹസ്ഥനും അന്തർജനവും വിശപ്പ് കൊണ്ടും കിടാങ്ങളുടെ പാരവശ്യം കണ്ടിട്ടും ആകപ്പാടെ വളരെ വിഷണ്ണരായി തീർന്നു. അപ്പോൾ അന്തർജനം പറഞ്ഞു, ആ ചീനത്തുകാരന്റെ ഭരണികളിൽ തുവരപ്പരിപ്പാണെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഒരു ഭരണിയിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് വച്ച് ഈ കുട്ടികൾക്ക് കുറേശ്ശെ കൊടുത്തെങ്കിലോ? ഇപ്പോൾ ഇവർക്ക് എന്തു കൊടുത്താലും കഴിച്ചോളും. ഇവർ അത്രയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ്. നമുക്കൊന്നുമില്ലെങ്കിൽ വേണ്ട, ഒന്നും അറിയാറായിട്ടില്ലാത്ത ഈ കുട്ടികൾക്ക് ഇനിയും ഒന്നും കൊടുക്കാത്തത് കഷ്ടമല്ലേ? നേരം 10 നാഴിക പകലായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. എങ്കിലും മറ്റൊരാൾ നമ്മെ വിശ്വസിച്ച് സൂക്ഷിക്കാനായി വെച്ചിരിക്കുന്ന സാധനം ഉടമസ്ഥന്റെ അനുവാദം കൂടാതെ നാം എടുക്കുന്നത് ശരിയാണോ? മരിച്ചാലും വിശ്വാസവഞ്ചന ചെയ്യരുത്. അപ്പോൾ അന്തർജനം പറഞ്ഞു, ഈ കുട്ടികളുടെ പ്രാണരക്ഷയ്ക്കായിട്ട് അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്താൻ നമുക്ക് ഒരു പാപവും വരില്ല. പിന്നെ ആ കച്ചവടക്കാരൻ വരുമ്പോഴേക്കും അത്രയും പരിപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതിലിട്ട് നിറച്ചു വയ്ക്കുകയും ചെയ്യാം. അതില്ലെങ്കിൽ തന്നെയും നമ്മുടെ പരമാർത്ഥം പറഞ്ഞാൽ അവനൊരു വിരോധവും തോന്നില്ല. അവനും ഒരു മനുഷ്യനല്ലേ? വിശന്നാലുള്ള ദണ്ണം അവനും അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനു വളരെ പറയുന്നു? ഇങ്ങനെ വളരെ നേരത്തെ വാഗ്വാദം കഴിഞ്ഞതിന്റെ ശേഷം ഭട്ടതിരി ഒരു ഭരണി അടിച്ച് കുറച്ച് പരിപ്പ് എടുക്കുക തന്നെ എന്ന് തീർച്ചപ്പെടുത്തി. പുരയ്ക്കകത്ത് ചെന്ന് ഒരു ഭരണിയുടെ മുദ്ര പൊട്ടിച്ച് കെട്ടഴിച്ച് ഭരണിക്കകത്ത് കൈയിട്ട് പരിപ്പ് വാരിയെടുത്തു. ഉടനെ അത് തുവരപ്പരിപ്പ് മാത്രമല്ലെന്ന് തോന്നുകയാണ്. അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അത് തുവരപ്പരിപ്പും ചില സ്വർണ്ണ നാണയങ്ങളുമായിരുന്നു. പിന്നെ പുരയ്ക്കകത്ത് ഇരുട്ടായതിനാൽ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് ചെന്ന് നോക്കിയപ്പോ ഭരണി നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഇട്ട് മീത മാത്രം കുറേശ്ശെ തുവരപ്പരിപ്പ് ഇട്ടട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായി. 10 ഭരണികളും പരിശോധിച്ചപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം. 9 ഭരണികളും അദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ തന്നെ അടച്ച് മുദ്രയിട്ട് വച്ചു. ഒരു ഭരണിയിൽ നിന്ന് ഒരു പവൻ എടുത്തു കൊണ്ടുപോയി വിറ്റ് കുറെ അരിയും കറിക്കോപ്പുകളും ശേഷം പണവും വാങ്ങി ഇല്ലത്തു വന്നു. ഉടനെ അന്തർജനം എല്ലാം വെച്ചുണ്ടാക്കി കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു. പിന്നെ ആ ദമ്പതിമാരും ഊണ് കഴിച്ചു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഭട്ടതിരി വിചാരിച്ചു, എന്തായാലും വിശ്വാസവഞ്ചന ചെയ്യുക എന്നുള്ളത് ഇവിടെ കഴിഞ്ഞു. ഇനി ഈ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അതിനാൽ ഇനി സുഖമായിട്ടിരിക്കാനുള്ള മാർഗം നോക്കണം. ആ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചുവെങ്കിൽ എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് നിശ്ചയിച്ചിട്ട് ആ ഭരണിയിൽ നിന്ന് ഏതാനും ദ്രവ്യമെടുത്ത് അതികേമായി 8 കെട്ടോടും മാളികയോടും കൂടി ഒരു ഇല്ലം പണിയിച്ചു. ശേഷം ആ ഭരണിയിൽ ഉണ്ടായിരുന്ന മുതലിന് വസ്തുക്കളും ഭരണി, പാത്രങ്ങൾ മുതലായവയും സമ്പാദിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വലിയ ദ്രവ്യസ്ഥനായി തീർന്നു. പരമാനന്ദമായി സകല ചെലവും കഴിച്ച് പ്രതിവത്സരം 12,000 രൂപ മിച്ചമുണ്ടായി തുടങ്ങി. ആ മിച്ചം വരുന്ന മുതലിന് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി താൻ എടുത്ത ഭരണി നിറച്ചു തുടങ്ങി. അങ്ങനെ 5-8 കൊല്ലം കൊണ്ട് അദ്ദേഹം ആ ഭരണി പൂർവസ്ഥിതിയിൽ നിറച്ച് അടച്ചു കെട്ടി മുദ്രയിട്ട് വച്ചു. പിന്നെ ആ 10 ഭരണികളുടെ വലിപ്പത്തിന്റെ പാതി വലിപ്പമുള്ള 10 ഭരണികളിൽ കൂടി അദ്ദേഹം വിലക്ക് വാങ്ങി അവയിലും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് അവയും അടച്ചു കെട്ടി മുദ്രയിട്ട് വച്ചു. അപ്പോഴേക്കും ആ കച്ചവടക്കാരൻ വേറെ ഒരു കപ്പലിൽ സാമാനങ്ങളും കയറ്റി ആ ദിക്കിൽ വന്നെടുത്തു. അപ്പോൾ ആ കച്ചവടക്കാരൻ പോയിട്ട് 12 കൊല്ലം കഴിഞ്ഞിരുന്നു. അവൻ കരക്കിറങ്ങി താൻ ഭരണികൾ സൂക്ഷിക്കാൻ വെച്ചിരുന്ന ഇല്ലം അന്വേഷിച്ചു പുറപ്പെട്ടു. ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ
ഇല്ലത്തിന്റെ സ്വഭാവം ആകപ്പാടെ മാറി കണ്ടതുകൊണ്ട് അവന് വളരെ സംശയമായി തീർന്നു. പിന്നെ ചിലരോട് ചോദിച്ചപ്പോ ആ ഇല്ലം ഇത് തന്നെയാണെന്നും അത് ഈയിടെ പുത്തനായി പണി കഴിപ്പിച്ചതാണെന്നും ഭട്ടതിരിക്ക് ഒരു നിധി കിട്ടിയതിനാലാണ് ദാരിദ്ര്യമൊക്കെ തീർന്നത് എന്നും ഇപ്പോൾ അവിടെ സ്വത്ത് ധാരാളമായി പോയി എന്നും മറ്റും പറഞ്ഞു. അത് കേട്ടപ്പോ നിധി കിട്ടിയെന്ന് പറയുന്നത് ഭോഷ്കാണെന്നും ഇതെല്ലാം തന്റെ ഭരണിയിൽ ഉണ്ടായിരുന്ന മുതൽ കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരൻ തീർച്ചപ്പെടുത്തി. ഈ സ്ഥിതിക്ക് തന്റെ മുതൽ കിട്ടുന്ന കാര്യം വട്ടപൂജ്യം തന്നെ എന്നും അവൻ നിശ്ചയിച്ചു. എങ്കിലും ഭട്ടതിരിയെ കണ്ടൊന്ന് ചോദിച്ചേക്കാം, തരുന്നു എങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് ആ കച്ചവടക്കാരൻ ഇല്ലത്ത് ചെന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് ഇവിടത്തെ തിരുമേനി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഭട്ടതിരി മാളികയിൽ ഇരിക്കുകയായിരുന്നു. കച്ചവടക്കാരന്റെ ഒച്ച കേട്ടപ്പോ ആളറിഞ്ഞു. ഉടനെ അദ്ദേഹം താഴെ ഇറങ്ങി വന്നു. കച്ചവടക്കാരനെ വളരെ ആദരവോടുകൂടി വിളിച്ച് തന്റെ പടിപ്പുര മാളികയിൽ കൊണ്ടുചെന്ന് കസേര കൊടുത്തിരുത്തി. താനും അവിടെ ഇരുന്നിട്ട് കുശല പ്രശ്നാദികളെല്ലാം പറഞ്ഞു. പിന്നെ ആ കച്ചവടക്കാരനും കൂടെ വന്നിരുന്നവർക്കും അതികേയമായി ഒരു വിരുന്ന സൽക്കാരവും കഴിച്ചു. അതിന്റെ ശേഷം ഭട്ടതിരി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കാനായി വെച്ചിരുന്ന മുതലിൽ നിന്ന് സ്വൽപ്പം എടുത്ത് ചില കൈകാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യാൻ സംഗതിയായത് എന്റെ ദാരിദ്ര്യ ദുഃഖത്തിന്റെ ശക്തി നിമിത്തമാണ്. എങ്കിലും എന്റെ പ്രവൃത്തി ന്യായവിരോധമായിട്ടുള്ളതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ തെറ്റിനെ നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോ നിങ്ങളുടെ മുതൽ പലിശയോടുകൂടി ഇവിടെ തയ്യാറുണ്ട് താനും. ഇത്രയും പറഞ്ഞതിന്റെ ശേഷം കച്ചവടക്കാരന്റെ 10 ഭരണികളും അതോടുകൂടി താൻ ശേഖരിച്ചു വച്ചിരുന്ന ചെറിയ ഭരണികൾ 10 എടുപ്പിച്ച് പുറത്തു വരുത്തി വച്ചു. അപ്പോ കച്ചവടക്കാരൻ ചോദിച്ചു, ഞാനിവിടെ 10 ഭരണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ചെറിയ ഭരണികൾ എന്റെ വകയല്ല. ഇതിന്റെ കൂടെ അതുകൂടി കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ഭട്ടതിരി പറഞ്ഞു, നിങ്ങൾ ഈ മുതൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. മുതലിന് അരവാശി പലിശ കൂട്ടി തരേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, സൂക്ഷിക്കാൻ തന്ന മുതലിന് സൂക്ഷിപ്പ് കൂലി അങ്ങോട്ട് തരികയല്ലാതെ പലിശ ഇങ്ങോട്ട് വാങ്ങുക ന്യായമല്ല. അതിനാൽ ഈ പലിശ ഞാൻ വാങ്ങുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭട്ടതിരി പറഞ്ഞു, എനിക്കിപ്പോ കൊല്ലത്തിൽ ചെലവ് കഴിച്ച് 12,000 ഉറുപ്പിക ബാക്കിയാകുന്നുണ്ട്. 12,000-ൽ കുറയാതെ അത്രയ്ക്കുള്ള വസ്തുക്കളും ഈ കാണുന്ന ഇല്ലവും എന്ന് വേണ്ട, എന്റെ സർവസ്വവും നിങ്ങളുടെ മുതൽ കൊണ്ടുണ്ടായതാണ്. അനുവാദം കൂടാതെ നിങ്ങളുടെ മുതലെടുത്ത് കൈകാര്യം ചെയ്തതിനായി ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും ഈ ചെറിയ ഭരണികൾ കൂടെ നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വളരെ വിഷമാവും എന്ന് പറഞ്ഞു. അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിവിടെ കൊണ്ടുവന്നു വച്ച 10 ഭരണികളും പൂർവസ്ഥിതിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടേക്ക് കുറച്ച് സമ്പാദ്യമുണ്ടായത് ഇവിടത്തെ ഭാഗ്യവും ഉത്സാഹവും കൊണ്ടെന്നല്ലാതെ ഒന്നും വിചാരിക്കാനില്ല. ഇവിടേക്ക് അപ്രകാരമുണ്ടായ മുതലെല്ലാം ഇവിടത്തെ സ്വന്തം തന്നെയാണ്. അതിനാൽ ആ ബ്രഹ്മസ്വം ഒരിക്കലും ഞാൻ സ്വീകരിക്കുന്നതല്ല. വെറുതെ ഞാൻ ബ്രഹ്മസ്വം സ്വീകരിച്ചാൽ എന്റെ കൈവശമുള്ള ശേഷം മുതൽ കൂടി നശിച്ചു പോകും. ഇങ്ങനെ അവർ തമ്മിൽ വളരെ വാഗ്വാദം കഴിഞ്ഞതിന്റെ ശേഷം ചെറിയ ഭരണികൾ 10 ഭട്ടതിരിയെ എടുപ്പിച്ച് അകത്ത് തന്നെ കൊണ്ടുചെന്ന് വപ്പിച്ചു. അതിന്റെ ശേഷം ആ കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും പാക്കും കൂട്ടി തന്റെ സ്വന്തം ഭരണിയിൽ ഒന്ന് ഭട്ടതിരിക്ക് ദാനമായി കൊടുത്തു. അത് വാങ്ങുന്നതിനും ഭട്ടതിരിക്ക് വളരെ വിഷമമായിരുന്നു. എങ്കിലും കച്ചവടക്കാരന്റെ നിർബന്ധം നിമിത്തം ഒടുക്കം വാങ്ങി. ആ ഭരണിയാണ് കോടൻ ഭരണി. അതിന്റെ വായ അല്പം കൂടിയിട്ടുള്ളതിനാലാണ് അതിന് ഈ പേര് സിദ്ധിച്ചത്. ദാനം ചെയ്തു കഴിഞ്ഞതിന്റെ ശേഷം കച്ചവടക്കാരൻ പറഞ്ഞു, അല്ലയോ മഹാബ്രാഹ്മണ, ഈ ഭരണി കുറച്ച് കോട്ടമുള്ളതാണെങ്കിലും വളരെ ഐശ്വര്യവും വിശേഷവും ഉള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല.
എന്ന് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അതിന് അനന്യസാധാരണമായ ഒരു സ്വാദ് ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് തൊഴുത് അത്യന്തം സന്തോഷത്തോടു കൂടി 9 ഭരണികളും എടുപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരൻ പോവുകയും ചെയ്തു. ഭട്ടതിരി ആ ചെറിയ ഭരണികളും കോടൻ ഭരണിയിൽ ഉണ്ടായിരുന്ന ദ്രവ്യം മറ്റൊരു ഭരണിയിലാക്കി അതും തന്റെ നിലവറയിൽ സ്ഥാപിച്ചു. ആ 11 നിക്ഷേപങ്ങളും ഇന്നും അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് കേൾവി. പിന്നെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടുകയും തുടങ്ങി. ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ എത്ര നാൾ കഴിഞ്ഞാലും മാങ്ങയുടെ പച്ച നിറം മാറുകയില്ല. അതിന്റെ സ്വാദ് ഇന്ന പ്രകാരമെന്ന് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാമെന്നല്ലാതെ പറഞ്ഞറിയിക്കുന്ന കാര്യം പ്രയാസം. അമൃതിന് തുല്യമെന്ന് പറഞ്ഞാൽ മതിയോ എന്ന് സംശയം. രുചിക്ഷയം നിമിത്തം ജലപാനം പോലും കഴിക്കാൻ പാടില്ലാതെ കിടക്കുന്നവർക്ക് ആ മാങ്ങയുടെ ഒരു കഷ്ണം കൊടുത്താൽ അപ്പോൾ നിശ്ചയായിട്ടും 3 അരിയുടെ ചോറുണ്ട്. അത്രയുണ്ട് അതിന്റെ സ്വാദ്. ഈ മാങ്ങയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ കൂടി പറയാം. കൊല്ലം 973 ആണ്ട് നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രാജ്യം വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറജപ കാലത്ത് ഒരു ദിവസം നമ്പൂരിമാർ അത്താഴമുണ്ടുകൊണ്ടിരിക്കുന്ന സമയം അത്താഴത്തിന്റെ വെടിപ്പും കേമത്വവും കൊണ്ട് ഒരു നമ്പൂരി മറ്റൊരു നമ്പൂരിയോട് പറഞ്ഞു, എടോ, എന്താ അത്താഴം കേമം തന്നെ അല്ലേ? ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് നടക്കാൻ പ്രയാസം, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മറ്റേ നമ്പൂരി പറഞ്ഞു, അങ്ങനെ തന്നെ സംശയമില്ല. എങ്കിലും ആ പാണ്ടമ്പറമ്പത്ത് ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ ഒന്നുകൂടി ജാത്യമായേനെ. ആ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം തിരുമനസ്സുകൊണ്ട് കോവിൽ എഴുന്നള്ളി പ്രദക്ഷിണമായി പോവുകയായിരുന്നു. നമ്പൂരിമാർ തിരുമനസിനെ കണ്ടില്ല. എങ്കിലും അവിടുന്ന് ഈ സംഭാഷണം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂരി ഇന്ന ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ തന്നെ തിരുമനസ്സുകൊണ്ട് ഗൂഢമായി ഒരാളെ അയച്ച് പിന്നത്തെ കൊല്ലം മുറജപമായപ്പോഴേക്കും കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി. ഒരു ദിവസം അത്താഴത്തിന് പൂളി വിളമ്പിച്ചു. അവിടെ മുറജപം വകയ്ക്കായി പല വിധത്തിൽ ഉപ്പിലിട്ടുള്ള മാങ്ങകൾ പൂളി വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത്. കോടൻ ഭരണിയിലെ മാങ്ങ വരുത്തിയ കഥ യാതൊരുത്തരും അറിഞ്ഞിരുന്നുമില്ല. എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂരി ഈ മാങ്ങാ കഷ്ണം എടുത്ത് കഴിച്ച ഉടനെ, ഓഹോ, ആ കുറവും തീർന്നു, എടാ യോഗ്യ, നീ ഇവിടെ വന്നു ചേർന്നോ എന്ന് പറഞ്ഞ് എന്നാണ് കേൾവി. അപ്പോൾ അടുക്കിലിരുന്ന വേറെ നമ്പൂരി പറഞ്ഞു, ഈ മാങ്ങ സാക്ഷാൽ കോടൻ ഭരണിയിലേതാണ് എന്ന് പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് ആ സമയവും ക്ഷേത്ര ദർശനത്തിന് എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നതിനാൽ അതും കേട്ടു. കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ഉടനെ ആ നമ്പൂരിയെ വരുത്തി. അങ്ങേപ്പോലെ സ്വാദറിഞ്ഞ് ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ് എന്നും മറ്റും സന്തോഷപൂർവ്വം കൽപ്പിക്കുകയും നമ്പൂരിക്ക് ഒരു സമ്മാനം കൊടുത്ത് അയക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കോടൻ ഭരണിയുടെയും അതിലെ മാങ്ങയുടെയും വിശേഷം. ആ മാങ്ങ ഒരിക്കൽ കൂട്ടിയിട്ടുള്ളവർ അതിന്റെ സ്വാദ് ഒരിക്കലും മറക്കില്ല. ആ കോടൻ ഭരണി ആ ഇല്ലത്ത് ഇന്നും ഇരിക്കുന്നുണ്ട്. അതിലെ മാങ്ങയ്ക്കുള്ള അനന്യസാധാരണമായ ആ വിശേഷം ഇന്നും കണ്ടുവരുന്നുമുണ്ട്. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് വിശ്വാസവഞ്ചന, ചതി, മത്സരബുദ്ധി എന്നിവയൊന്നുമില്ലാതെ സത്യം, നീതി എന്നിവ മുന്നിൽ കണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് എവിടെ കിടന്നാലും ഈശ്വരൻ അത് നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. അതിനായി നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. മോഹമാകാം. മോഹമുണ്ടെങ്കിലേ ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യമുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ അത് അതിമോഹമാകരുത്. അതിമോഹം ആപത്തിലെത്തിക്കും എന്ന് സാരം.